ഇന്ന് മുതൽ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയില്ല. ഇന്നത്തെ ക്ലാസ് ശരിക്ക് ശ്രദ്ധിച്ച ഒരാൾക്ക് ജീവിതത്തിൽ ഹാർട്ട് അറ്റാക്കിനെയും സ്ട്രോക്കിനെയും ഭയപ്പെടാതെ ആയിട്ട് മുന്നോട്ട് പോകാം. അത് ഉറപ്പാണ്. കാരണം ദിവസവും വിയർക്കുന്ന ഒരാളെ സംബന്ധിച്ച് കയറി ഉടനെ തന്നെ AC മാക്സിമം കൂട്ടി വെച്ചിട്ട് പോകുന്നു. എന്താണ് ബന്ധം? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് പറയാനുള്ളത്. ഹൃദയപൂർവ്വം ഹൃദയരഹസ്യം നിങ്ങളോട്, അതാണല്ലോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ക്യാപ്ഷൻ. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് മുതലായ അസുഖങ്ങൾ വന്ന ശേഷം അതിൽ ചെന്ന് പെട്ട ശേഷമാണ് അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പെടുന്നതിന് മുമ്പ് ജനങ്ങളോട് സാറിന് എന്താണ് പറയാനുള്ളത്? അപ്പോൾ കൂടുതൽ ആളുകൾ ഹൃദ്രോഗം വന്നിട്ടാണ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നതും ബൈപ്പാസ് ചെയ്യുന്നതും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതും. എന്നാൽ ശരിക്ക് ഇതിൻ്റെ മുമ്പ് തന്നെ, അതായത് ഹൃദയാഘാതം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് ഒരു 4-5 മാസം അല്ല 5-6 മാസം മുമ്പ് തന്നെ അവർക്ക് ശരീരം ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. കൃത്യമായി ഇത് മനസ്സിലാക്കിയാൽ ഒരാൾക്കും ഇവിടെ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നില്ലതാണ്. പക്ഷെ എന്നാൽ ഈ ഒരു സത്യം, ഈ ഒരു യാഥാർത്ഥ്യം പലർക്കും അറിയില്ല. അപ്പോൾ ഇത്തരം രഹസ്യങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ആളുകൾക്ക് ഇത് എത്തിക്കാൻ ആളുകൾ ഇത്തരം ക്ലാസ്സുകളിൽ പറഞ്ഞാൽ എത്തിക്കണമെന്നില്ല. പക്ഷേ ഇതിൽ ഇപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉറപ്പ്, ഈ ഇന്നത്തെ ക്ലാസ് ശരിക്ക് ശ്രദ്ധിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ ഇത് മനസ്സിലായ ഒരാൾക്ക് ജീവിതത്തിൽ ഹാർട്ട് അറ്റാക്കിനെയും സ്ട്രോക്കിനെയും ഭയപ്പെടാതെ ആയിട്ട് മുന്നോട്ട് പോകാം. അത് ഉറപ്പാണ്. കാരണം അത്രക്കും കൃത്യമായിട്ട് എന്താണ് ഹൃദയമെന്നും ഹൃദയത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ഫങ്ഷൻ എന്താണെന്നും അതിന് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് വരാനുള്ള കാരണം എന്തൊക്കെയാണെന്നും വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ തന്നെ അയാൾക്ക് ഇന്ന് മുതൽ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയില്ല. ഇതാണ് ഏറ്റവും പ്രധാനമായ വിഷയങ്ങൾ. അപ്പോൾ അതാണ് ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോ ആളുകളെയും ഹൃദയാരോഗ്യം അവർക്ക് ഉണ്ടാക്കാനും ഹൃദ്രോഗങ്ങൾ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു നേട്ടമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഹൃദയത്തിൻ്റെ പ്രോഗ്രാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ബോഡി വിയർക്കുന്ന കാര്യം. അതും സങ്കീർണമായി ഒരുപാട് ദീർഘിപ്പിച്ച് നമ്മൾ പറഞ്ഞു. ഇത്രയുമായി ബന്ധപ്പെട്ട് ഈ ബോഡി വിയർക്കുന്നതുമായി എന്താണ് ബന്ധം? അതായത് നമുക്ക് അറിയാം, സാധാരണ ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുമ്പോൾ ശരീരം വിയർക്കുകയാണ് അല്ലേ. നെഞ്ചുവേദന വന്ന് വേദന ഈ കയ്യിലൂടെ വന്ന് ഇവിടെ വന്ന് നെഞ്ചുവേദന വിയർക്കും. ഈ നെഞ്ചുവേദന വരാതെയും ചില ആൾക്ക് വിയർക്കാറുണ്ട്. പലപ്പോഴും ഈ വിയർക്കുക എന്നുള്ളത് ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമൊന്നുമല്ല. എന്നാൽ ഈ ഹൃദയ ആഘാതം ഉണ്ടാകുന്ന ആളുകൾ വിയർക്കാറുണ്ട്. അപ്പോൾ ഈ വിയർക്കുക എന്നുള്ളത് നമ്മൾ വിയർക്കാത്തത് കൊണ്ട് ഹൃദയം നമ്മൾ വിയർപ്പിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ദിവസവും വിയർക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ മാനസിക സമ്മർദ്ദം സ്ഥിരമായിട്ടുള്ള ആളുകളിൽ അയാൾ ഡെയിലി വ്യായാമം ചെയ്താലും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അതാണ് വിയർക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വിയർക്കൽ ഒരു ശരീരത്തിൻ്റെ വളരെ അത്യാവശ്യമാണ്. വിയർക്കുന്നത് വിയർക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. മുമ്പ് കാലത്ത് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഇല്ലാത്തതിന് പ്രധാന കാരണം അന്നുള്ള ആൾ വിയർത്തിരുന്നു എന്നാണ്. ഇപ്പോൾ വിയർക്കുന്നില്ല, കുറവാണല്ലോ. ഇപ്പം നമ്മളൊരു പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ കയറുന്നു, ഫാൻ ഇടുന്നു. ഒരു 2 മിനിറ്റ് നമുക്ക് ചൂട് വരുമ്പോൾ നമ്മൾ ഫാൻ ഇടുക, AC ഒക്കെ ഉപയോഗിക്കുന്നു. ചില ആളുകൾ ഫാനും AC ഉപയോഗിക്കുന്നു. വാഹനത്തിൽ കയറി ഉടനെ തന്നെ AC മാക്സിമം കൂട്ടി വെച്ചിട്ട് പോകുന്നു. അപ്പോൾ ഒരിക്കലും ആളുകൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വിയർക്കാനുള്ള സാഹചര്യം കുറവാണ്. അപ്പോൾ വിയർക്കാനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും മാനസിക സമ്മർദ്ദം നമ്മൾ സപ്രസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് പറയാനുള്ളത്. അപ്പോൾ വിയർക്കൽ വളരെ അത്യാവശ്യമാണ്. ഓക്കെ. ഇപ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പ്രോഗ്രാം കേരളത്തിലുടനീളവും പിന്നെ ഇന്ത്യ മുഴുവനും GCC കൺട്രികളിലും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്ന പ്രോഗ്രാംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നടത്തുന്നതിൻ്റെ സാറിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അതായത് ജനങ്ങളെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സമ്പത്ത് ചെലവഴിക്കുന്നത് ഈ ആരോഗ്യ വിഷയത്തിൽ, രോഗങ്ങൾക്ക് ചികിത്സിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഇപ്പം ഒരു മനുഷ്യൻ്റെ സമ്പത്തിൻ്റെ 65% ഇപ്പം നമ്മൾ ചികിത്സയിലേക്കാണ്. മുൻകൂറായിട്ട് ആളുകൾ ഇൻഷുർ എടുത്തു വെക്കുന്നുണ്ട് അല്ലേ. പല ഹോസ്പിറ്റലുകളും ഇതേപോലെ ഇൻഷുർ മുൻകൂട്ടി എടുത്തു വെക്കുന്നുണ്ട്. ഭാവിയിലേക്ക് അസുഖം വന്നാൽ ചികിത്സക്കുള്ള മരുന്ന് അല്ലെങ്കിൽ അതിനുള്ള സമ്പാദ്യമായിട്ടാണ് പലരും അങ്ങനെ ഒരു ഫണ്ട് മാറ്റി വെക്കുന്നത്. പൊതുവെ എങ്ങനെയുണ്ട്, ഇന്ന് നമുക്ക് ഭാവിയിലേക്ക് പ്രശ്നം വന്നാൽ ഒരു ഫണ്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ അതിന് തയ്യാറെടുപ്പ് വേണമെന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ എന്നാൽ നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഒരു രോഗമില്ലാതെ ജീവിക്കാം. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ശാരീരിക മാനസിക സുഖം, സന്തോഷം, വൈകാരമായിട്ടുള്ള ആ ഒരു ബാലൻസ്, ഇത് മുഴുവൻ ജനങ്ങൾ കിട്ടണമെന്ന് അധികം ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ആ രീതിയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ അനുഭവിക്കുന്ന മറ്റുള്ളവരും കിട്ടുക, നമുക്ക് കിട്ടിയ അറിവ് എല്ലാവരും കിട്ടുക.
അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടാണ് അത് മുന്നിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യം കേരളത്തിൽ മുഴുവൻ ഈ ഒരു പദ്ധതി, അതായത് നമ്മുടെ ഹൃദയാമൃതം എന്ന ഈ പദ്ധതി, ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം തന്നെ പല സ്ഥലം, ഇപ്പോൾ കോട്ടയത്ത് കഴിഞ്ഞു, കോഴിക്കോട് കഴിഞ്ഞു, തൃശ്ശൂർ ഇപ്പോൾ 2ാമത്തെ ക്ലാസ്സാണ്, ഇനി കൊല്ലത്താണ് ക്ലാസ് വരാനുള്ളത്. അപ്പോൾ ഏതായാലും ഇത്തരം ക്ലാസ്സുകൾ വ്യാപകമായിട്ട് വരുന്നതോടുകൂടി ഹൃദ്രോഗമില്ലാത്ത അല്ലെങ്കിൽ സ്ട്രോക്കിനെ ഭയപ്പെടാത്ത വലിയൊരു സമൂഹം അവിടെ ഉണ്ടാവും. ലക്ഷ്യം തന്നെയാണ് മരുന്നുകളില്ലാത്ത ഒരു സമൂഹം, രോഗങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യത്തിൽ ഇതിൻ്റെ ഭാഗമായി ഇതൊക്കെ നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഭയപ്പെടുന്ന ഏറ്റവും വലിയ ഭയമാണ് രോഗഭയം. അപ്പോൾ ഈ രോഗഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാനും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് മുതലായ അസുഖങ്ങളിൽ നിന്ന്, ആ പേടിയിൽ നിന്ന് മുക്തി നേടാനും നിങ്ങൾക്ക് ഈ ഇത്തരം ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും ഇത് ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ അനുഭവം പങ്കുവെച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സുനിൽ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ് എല്ലാം. താങ്ക് യു.